പഞ്ചാബിലെ ഫാർമസി ഓഫീസർ നിയമന പരീക്ഷയിൽ നടന്ന വൻ തട്ടിപ്പിൽ ആം ആദ്മി സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പഞ്ചാബ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടന്ന സമരത്തിനിടെ ഒരു പെൺകുട്ടി മരണപ്പെട്ടതും ജനരോക്ഷം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. ഭഗവത് മാൻ സർക്കാരിന്റെയും കെജ്രിവാളിന്റെയും ഇരട്ടത്താപ്പ് തുറന്നുകാട്ടി ബിജെപിയുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. ഫാർമസി ഓഫീസർ പരീക്ഷയിലെ വൻ ക്രമക്കേടിൽ ആം ആദ്മി സർക്കാരിനെതിരെയുള്ള ജനരോക്ഷം ഇരമ്പുകയാണ്. ഭഗവന്ത് മാൻ, അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ എന്നിവരുടെ കപട രാഷ്ട്രീയത്തിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി ബിജെപി നേതാക്കളും പ്രവർത്തകരും തെരുവിലിറങ്ങി. 1000-ഓളം ഉദ്യോഗാർത്ഥികളാണ് നീതി തേടി പഞ്ചാബ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വീടിനു മുന്നിൽ പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ പ്രതിഷേധിക്കുന്നത്. ഇതിനിടെ ഒരു വനിതാ ഉദ്യോഗാർത്ഥി മരണപ്പെട്ടത് സംസ്ഥാനത്ത് വൻ രാഷ്ട്രീയ പ്രകമ്പനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നീതി ചോദിച്ചെത്തുന്ന യുവാക്കൾ ദിവസേന ലാത്തിചാർജ് ചെയ്ത് അടിച്ചമർത്താനാണ് പഞ്ചാബ് പോലീസ് ശ്രമിക്കുന്നതെന്ന് ബിജെപി ആരോപിച്ചു. ബാബ ഫരീദ് യൂണിവേഴ്സിറ്റി നടത്തിയ പരീക്ഷയിൽ സ്പൈ ക്യാമറകളും ബ്ലൂടൂത്ത് ഉപകരണങ്ങളും ഉപയോഗിച്ച് വൻ സംഘടിത തട്ടിപ്പാണ് നടന്നത്. ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിയാണ് തട്ടിപ്പ് സംഘങ്ങൾ പരീക്ഷ എഴുതിച്ചതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഡൽഹിയിൽ മറ്റ് വിഷയങ്ങളിൽ രാഷ്ട്രീയം കളിക്കുന്ന ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ യുവാക്കളുടെ ഭാവി തകർത്ത പരീക്ഷാ തട്ടിപ്പിൽ ഉത്തരം പറയാതെ ഒളിച്ചോടുകയാണെന്ന വിമർശനം ശക്തമാകുന്നു. ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന കോൺഗ്രസും പഞ്ചാബിൽ മൗനം അവലംബിക്കുകയാണ്. ജനം, ഡൽഹി.